അടുത്തത് തിരുവനന്തപുരം പള്ളിത്തുറയിലേക്കാണ് പോകുന്നത്. ഏത് നിമിഷവും കടലെടുക്കാവുന്ന സാഹചര്യത്തിലാണ് ഇവിടെയുള്ള വീടുകളെല്ലാം ഉള്ളത്. കടലാക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. മഴ കനത്ത സാഹചര്യത്തിൽ ഭീതിയില്ലാതെ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. കടൽ ഭിത്തി നിർമ്മാണം എന്ന പരിഹാരമാർഗം എവിടെയും എത്തിയില്ല. പ്രദേശത്തെ യുവാക്കൾ തന്നെ മുന്നോട്ടിറങ്ങി താൽക്കാലികമായി ചില മണൽച്ചാക്കുകളൊക്കെ നിർമ്മിച്ച് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോഴവിടെ നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പള്ളിത്തുറ VSSC നോർത്ത് ഗേറ്റിന് സമീപമാണ്. ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കടൽ പ്രക്ഷുബ്ധമാണ്. ഒരു കാലത്ത് കടൽ ഇവർക്ക് അനുഗ്രഹമായിരുന്നു, ജീവനോപാധിയായിരുന്നു. എന്നാൽ ഇന്നീ തീരപ്രദേശം മുഴുവനായും ഇല്ലാതായി. മീറ്ററുകൾ അപ്പുറമുണ്ടായിരുന്ന കടൽ ഇങ്ങ് വീട് വരെ എത്തി. കഴിഞ്ഞ 4 ദിവസമായി മരണഭയത്താലാണ് ഇവിടെയുള്ളവർ കഴിയുന്നത്. ഞാനും എൻ്റെ മക്കളും ഇവിടെയാണ് താമസം. ഞങ്ങൾ ഞായറാഴ്ച മുതൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നു. ഒരൊറ്റ മനുഷ്യരും നമ്മളെ തിരിഞ്ഞു നോക്കാനോ നമുക്കൊരു ആനുകൂല്യം തന്നിട്ടുമില്ല. ഏത് നിമിഷവും കടലിൽ വരാനുള്ള സാധ്യതയുണ്ട്. LKG തൊട്ട് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. അത്രയും ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഏകദേശം ആ ഊർസിലി ആൻ്റണിയുടെ വീട് തൊട്ട് എടുത്തതാണ്. ഇപ്പം ഇവിടെയാണ് ഒരു ചുഴലി പോലെ വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നേരവും വീട് പോകുന്ന നിലയിലാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. മഴ ശക്തമായതോടെ കടൽ പ്രക്ഷുബ്ധമാണ്. കടലാക്രമണം രൂക്ഷമായതോടെ ഏത് നിമിഷവും തീരദേശത്തെ വീടുകൾ മുഴുവനായും കടലെടുക്കാം. പ്രദേശത്തുണ്ടായിരുന്ന തെങ്ങുകളടക്കം ഇപ്പോൾ തന്നെ കടലെടുത്തു കഴിഞ്ഞു. രാഷ്ട്രീയപരമായിട്ട് ആരെടുത്ത് പറഞ്ഞാലും അവർ വന്ന് നോക്കും, അങ്ങ് പോകും. അല്ലാതെ അവർ ഇതിനെക്കുറിച്ചുള്ള ഒരു ഊർജിതമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അത് ഗവൺമെൻറ്റും കൂടി ഇത് അംഗീകരിച്ച് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ആരും വരുന്നില്ല. കടൽ ഭിത്തി നിർമ്മാണമാണ് ഇവിടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര മാർഗം. എന്നാൽ അതെങ്ങും എത്തിയിട്ടില്ല. പ്രദേശത്തെ യുവാക്കൾ തന്നെ താൽക്കാലികമായി മണൽച്ചാക്കുകൾ നിർമ്മിച്ച് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ വർഷം എല്ലാ വർഷവും ഇതേപോലെ ഇവിടുത്തെ പിള്ളേരെല്ലാം ചേർന്ന് ചെയ്യുന്ന പരിപാടി ഇതാണ്. ഇതേപോലെ വലിയ ആൾക്കാർ വരും, അവർ എടുത്തിട്ടോ നിങ്ങൾക്ക് വീട് തരാമെന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് പോകണേ. പക്ഷേ ഒന്നും ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെ ഇവിടുത്തെ അമ്മമാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഈ കടൽപ്പണിയാണ്. ഞങ്ങൾക്ക് ആകെ ഉള്ള ഈ വീടുകൾ ഇതാണ്. ഇത് കളയാൻ പറ്റുമോ? ഇതേപോലെ ഇലക്ഷൻ സമയം മാത്രം എല്ലാവരും വരും. പിന്നെ അവരെയൊക്കെ ഇതേപോലെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വന്ന് 2 തല കാണിച്ചിട്ട് പോകുന്നല്ലാതെ വേറെ ഒന്നുമില്ല. കടൽ ഭിത്തി നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല, അത് തുടങ്ങിയിട്ടില്ല. കൂടാതെ മണൽച്ചാക്കുകൾ നിർമ്മിച്ചുള്ള ഒരു പരിഹാരം അതും ശാശ്വതമല്ല എന്നുള്ളതാണ് തീരദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം വേണം. അവർക്ക് ഭീതിയോടെ അല്ലാതെ ഒന്ന് ഉറങ്ങണം എന്നുള്ളതാണ്. മണൽച്ചാക്ക് നിർമ്മാണവും ശാശ്വത പരിഹാരമാകില്ലെന്ന് ഇവിടെയുള്ളവർക്ക് തന്നെ അറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവനും സമ്പത്തും സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് തീരദേശവാസികൾ. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.